ഇന്നേ സാൽമൺ ഫിഷാണ് കേട്ടോ. വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂം റേസൻസും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. സെയിം ഓയിലിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് റിങ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാണുവാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അതേ ഓയിൽ തന്നെ നമുക്കിനി ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഒത്തിരി മുരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. അത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുരിച്ചെടുക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടും. ജ്യൂസി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും. കണ്ടില്ലേ, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സെയിം ഓയിലിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതേ ഓയിലിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ കട്ട് ചെയ്തെടുത്തത് ഉപ്പും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, സ്വല്പം ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച് പാടുള്ളൂ കേട്ടോ. കൂടിയാൽ ഫിഷിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടി ചേർത്ത് നന്നായി മസാലയെല്ലാം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതേസമയം തന്നെ മറ്റൊരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് ബസുമതി റൈസും കൂടി ചേർത്ത് 80% വേവിച്ച് എടുക്കാം കേട്ടോ. വെന്ത റൈസിനെ നമ്മുടെ ഫിഷ് മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് പൊരിച്ച ഓയിലില്ലേ, അത് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി, മണ്ടിപ്പരിപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻ റിങ്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇനി ഒരു പിടി പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇത് തുറക്കുമ്പോൾ നല്ല മണമാണ്. ഇനി ഇതൊരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ